ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. പ്രൈമറി ഒബ്ജക്റ്റീവ്, സെക്കൻഡറി ഒബ്ജക്റ്റീവ് ആൻഡ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. ഓഡിറ്റിങ്ങിൻ്റെ പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? തെറ്റുകൾ കണ്ടുപിടിക്കുക. ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തികപരമായ കാര്യങ്ങളിലെ ഒരു വർഷത്തിൻ്റെ അവസാനമാണ് ഓഡിറ്റിംഗ് നടത്തുക. നമ്മൾ പഠിച്ചു. പീരിയോഡിക്കലി നടത്താറുണ്ട്, ബർഡൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു. എന്തൊക്കെ തന്നെ ആയാലും പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ത് തന്നെയാണ്? തെറ്റുകൾ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ പോയിന്റ് ആയിട്ട് പറയാം. ഫസ്റ്റ് പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് the primary objective or important objective of auditing is to facilitate the audit to express an opinion about the truth and fairness of the result of operation as reported by the profit and loss account. ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്, അല്ലേ? ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ കാര്യങ്ങള്, അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് എത്രമാത്രം ട്രൂത്ത് ആൻഡ് ഫെയർനെസ്, എത്രമാത്രം കള്ളത്തരമില്ലാതെ ഭംഗിയായി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. രണ്ടാമത്തത് the truth and fairness of financial position disclosed by the balance sheet. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ പോലെ പ്രാധാന്യമുള്ള മറ്റൊന്നാണ് സ്ഥാപനത്തിനെ സംബന്ധിച്ച് ബാലൻസ് ഷീറ്റ്, അല്ലെ? കൊമേഴ്സ് പഠിക്കുന്ന നമുക്ക് അത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു തരേണ്ട കാര്യമില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെയും ബാലൻസ് ഷീറ്റിന്റെയും ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട്. അപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ ബാലൻസ് ഷീറ്റ് ആ സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷന്റെ എത്രമാത്രം ഫെയർ ആയിട്ട് സത്യസന്ധമായി ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. മൂന്നാമത് കാര്യം, ദ ആഡിക്വസി ആൻഡ് റിലയബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ ഷോൺ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ ഉള്ള ഇൻഫർമേഷൻ എത്രമാത്രം റിലയബിൾ ആണ്, എത്രമാത്രം ആഡിക്വസിയോടുകൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നാലാമത്തെ കാര്യം, മെയിൻ്റനൻസ് ആൻഡ് ആക്യുറസി ഓഫ് ഓൾ ഡോക്യുമെന്റ്സ്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും ഒക്കെ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കണം, വൗച്ചേഴ്സ് ഉണ്ടായിരിക്കണം, എവിഡൻസ് സപ്പോർട്ടിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഓരോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ എവിഡൻസസ് ഉണ്ടായിരിക്കും, ഓരോ വൗച്ചറുകൾ, ബില്ലുകൾ, കൗണ്ടർ ഫോയിൽസ്, എല്ലാത്തിനുള്ള ഡോക്യുമെന്റ്സ് അത് പെർഫെക്റ്റ് ആയിരിക്കണം. Adequacy of information and explanation provided to the auditor to facilitate the conduct of audit. ഓഡിറ്റ് നടക്കുന്ന സമയത്ത് ഓഡിറ്റിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി, ദാറ്റ് ഈസ് കണ്ടക്ട് ഓഫ് ഓഡിറ്റ്, ഓഡിറ്റിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി എല്ലാ കാര്യങ്ങളും, ഇൻഫർമേഷൻസും അദ്ദേഹം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് വ്യക്തമായ എക്സ്പ്ലനേഷനും കൊടുത്തിരിക്കണം. അപ്പൊ ഇതൊക്കെ ലഭിക്കലും ഇതൊക്കെ ഭംഗിയായി ചെയ്യലുമാണ് ഓഡിറ്റിങ്ങിന്റെ പ്രൈമറി ഒബ്ജക്റ്റ്. നേരെ മറിച്ച് ഇത് ചോദിക്കാനോ പറയാനോ നോക്കാനോ ഒരാളില്ലെങ്കിൽ തീർച്ചയായും അതിൽ കള്ളത്തരങ്ങൾ കാണിക്കും, ശരിയല്ലേ? അപ്പൊ അതാണ് ഓഡിറ്റിങ്ങിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്. ഇനി നമുക്ക് സെക്കൻഡറി ഒബ്ജക്റ്റീവിലേക്ക് കടക്കാം. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിലത്തെ കാര്യങ്ങൾ പോയിന്റ്സ് ആയിട്ട് എഴുതുന്നത്. 1 by 1 ആയിട്ട് ഓരോ സെന്റൻസും ടൈപ്പ് ചെയ്തുണ്ടാക്കുക എളുപ്പമൊന്നും അല്ല കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും, അതുകൊണ്ട് എക്സ്പ്ലനേഷൻ വ്യക്തമായി ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പൊ നമുക്ക് സെക്കൻഡറി ഒബ്ജക്റ്റീവിലേക്ക് കടക്കാം. സെക്കൻഡറി ഒബ്ജക്റ്റിനെ വീണ്ടും പല ഭാഗങ്ങളാക്കി തിരിക്കുന്നു. അതിൽ ഒന്ന് മാത്രമേ എന്ന് ഞാൻ പറയുന്നുള്ളൂ, കാരണം അതിൽ തന്നെ അത്യാവശ്യം പറയാനുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ബർഡൻ ആവണ്ട. അപ്പോൾ ആദ്യത്തെ കാര്യം ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഒമിഷൻസും ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്സും ആണ്. അതിൽ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഒമിഷൻ ആണ് നമ്മളിന്ന് പറയുന്നത്. ഒന്നാമത്തെ വരുന്നത് ക്ലറിക്കൽ എററാണ്. നമ്മൾ ഓഡിറ്റിംഗ് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അക്കൗണ്ടിൽ എഴുതുന്ന സമയത്ത് ഇപ്പൊ 647 എഴുതുന്നതിന് പകരം ചിലപ്പോൾ 674 എഴുതും. അറിയാണ്ട് വരുന്നതാണ്.
ക്ലറിക്കൽ എറർ. അത് നമുക്കിപ്പോൾ പേപ്പർ നോക്കുമ്പോൾ വാല്യുവേഷനൊക്കെ വരുമ്പോൾ ഞങ്ങൾ പേപ്പർ നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് തരുമ്പോൾ ഒന്ന് കൂട്ടി നോക്കൂട്ടാ, ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വരാൻ സാധ്യത ഉണ്ട് പറയുമ്പോൾ മിസ്സേ ഇവിടെ 2 മാർക്ക് ഇടേണ്ടത് ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെ ഇത് കൂട്ടിയിട്ടില്ല, അങ്ങനെ പറയാറില്ലേ? അതുപോലെ എന്തെങ്കിലും ഫിഗേഴ്സ് ഒക്കെ എഴുതുന്ന സമയത്ത് തെറ്റുകൾ വരുന്നതിനെയാണ് നമ്മൾ ക്ലറിക്കൽ എറർ എന്ന് പറയുക. രണ്ടാമത്തെ എറർ ഓഫ് ഒമിഷൻ. ചില കാര്യങ്ങൾ എഴുതേണ്ട കാര്യങ്ങൾ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടാവുക. ഇപ്പൊ മാർക്കൊക്കെ എഴുതുന്ന സമയത്ത് നോക്കുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യന് മാർക്ക് ഇട്ടിട്ടില്ല, അതിനെയാണ് ഒമിഷൻ നടത്തുക അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യുക എന്ന് പറയുക. അപ്പൊ അതുപോലെ തന്നെ ചില കാര്യങ്ങൾ എൻട്രി ബുക്കിലേക്ക് എഴുതുന്ന സമയത്ത് തെറ്റുകൾ വരാറുണ്ട്. അത് സൂക്ഷ്മ പരിശോധനയിലൂടെയാണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പിന്നെ എറർ ഓഫ് കമ്മീഷൻ. ഇത് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ഉദാഹരണത്തിലൂടെ അത് പറയാം. ഇപ്പൊ 18,600 രൂപയുടെ ഒരു ബില്ലാണ് എഴുതേണ്ടത്, അതിന് പകരം 16,800 എന്ന് എഴുതി. അതിന് എറർ ഓഫ് കമ്മീഷൻ എന്നാ പറയുക. എന്താണ്? 18,600 പകരം 16,800 എന്ന് എഴുതിപ്പോയി അറിയാതെ. അങ്ങനെ വരുന്ന തെറ്റുകളെയാണ് എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുക. അതുപോലെ നെക്സ്റ്റ് ആണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെറ്റ് മറ്റൊരു തെറ്റിനാൽ നികത്തപ്പെടുമ്പോഴാണ് അതിനെ കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു 500 രൂപയുടെ സാധനം മേടിച്ചു, അത് ഇവിടെ എഴുതാൻ മറന്നു. അവിടെ ഒരു 500 രൂപയുടെ സ്ഥാനം മേടിച്ചിട്ടില്ല, പക്ഷെ എഴുതി. അപ്പോൾ ഇവിടുത്തെ 500 രൂപ അവിടുത്തെ 500 രൂപ എഴുതാത്തതിന്റെ എഫക്റ്റും എഴുതിയ എഫക്റ്റും കൂടി കോമ്പൻസേറ്റ് ആയിപ്പോയി. മനസ്സിലായോ? ഇവിടെ എഴുതേണ്ട ഒരു സാധനം എഴുതാതിരിക്കുകയും അവിടെ അറിയാതെ എഴുതണ്ടാത്ത ഒരു കാര്യം എഴുതുകയും ചെയ്യുകയും അത് ഈക്വൽ എമൗണ്ട് ആവുകയും ചെയ്യുമ്പോൾ അത് നള്ളായിട്ട് പോവും. അപ്പൊ എഫക്റ്റ് ക്ലിയർ ആയി. അങ്ങനത്തെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എഴുതേണ്ട കാര്യം ഇവിടെ എഴുതിയില്ല, അവിടെ എഴുതേണ്ട കാര്യം ചെയ്യാത്ത കാര്യം എഴുതുകയും ചെയ്തു. അതിനെയാണ് കോമ്പൻസേറ്റ് എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു തെറ്റ് മറ്റൊരു തെറ്റിനാൽ നികത്തപ്പെടുന്നു എന്നർത്ഥം. അതിനെയാണ് കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുന്നത്. അടുത്തത് എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ആണ്. അതായത് ഒരു പ്രാവശ്യം ഒരു എൻട്രി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് പോസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വീണ്ടും എഴുതുന്നതിനെയാണ് നമ്മൾ എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. അതായത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അറിയാത്തതിന്റെ പേരിൽ ചെയ്യുന്ന തെറ്റുകളെയാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി, അപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ട ഒരു സാധനം ഇപ്പോൾ ഇത്ര പർച്ചേസ് അക്കൗണ്ട് അറ്റു എന്ന് പറയുന്നത് പോലെ അത് ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം ക്രെഡിറ്റ് ചെയ്തു. അത് പ്രിൻസിപ്പിൾ അറിയാത്തത് കൊണ്ടാണ്. മനസ്സിലായ? ആ തത്വം അറിയാത്തത് കൊണ്ടാണ് അത് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ട്രാൻസാക്ഷന്റെ ഡെബിറ്റും ക്രെഡിറ്റും അറിയാതെ ചെയ്യുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇത് അറിയാത്തതിന്റെ ഭാഗമായിട്ട് വരുന്ന തെറ്റുകൾ തന്നെയാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഒമിഷൻ ആണ് സെക്കൻഡറി ഒബ്ജക്റ്റിൽ ആദ്യമായിട്ട് വരുന്നത്. അതിൽ വരുന്നതാണ് ക്ലറിക്കൽ എറർ, എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ, കോമ്പൻസേറ്റിംഗ് എറർ, എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ആൻഡ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. അടുത്ത ടോപ്പിക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.